മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചെയ്യുന്നത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ധാരാളം ടെലിഫോൺ കാളുകൾ വരികയാണ്. കാസർഗോഡ്, കണ്ണൂർ, അവിടെ നിന്നെല്ലാം സാധാരണക്കാർ ഇവിടെ നിന്ന് നമ്പറെല്ലാം സംഘടിച്ച് തരികയാണ്. ഗവൺമെൻറ് സ്കൂളടക്കം പ്രവേശനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ 2000 രൂപ, 3000 രൂപ, 4000 രൂപ, 5000 രൂപ ഞങ്ങൾ എന്ത് ചെയ്തിട്ട് സാറേ എന്ന് ചോദിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളൊരു വ്യക്തമായ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഞാനത് പറയുകയാണ്. സ്കൂൾ PTA കമ്മിറ്റി എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന നിലയിലല്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂൾ PTA കമ്മിറ്റികളെ അന്വേഷണം നടത്തി പിരിച്ചുവിടും. ഒരു നിമിഷം വച്ചുകൊണ്ടിരിക്കില്ല. സ്കൂൾ PTA കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ ഒരാൾക്ക് തുടരുന്നതിനുള്ള തുടർച്ചയായ കാലാവധി സംബന്ധിച്ച് പല തർക്കങ്ങളും ചില സ്കൂളുകളിൽ ഉയർന്നു വരുന്നുണ്ട്. സർക്കാർ ഉത്തരവ് നമ്പർ സോ ആൻഡ് സോ 16/11/2026 പ്രകാരം PTA പ്രസിഡന്റ് തുടർച്ചയായ പരമാവധി കാലാവധി 3 വർഷമായി പരിമിതപ്പെടുത്തി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഉത്തരവ് നമ്പറൊക്കെ ഉണ്ട്. PTA അംഗത്വ ഫീസും അനുവദനീയമായ തുക. സ്കൂളുകളിലെ PTA അംഗത്വവും വർഷം തോറും എല്ലാ രക്ഷിതാക്കളും നിർബന്ധമായും പുതുക്കേണ്ടതും ആയതിൻ്റെ അംഗത്വ ഫീസിൻ്റെ പ്രതിശീർഷ നിരക്ക് താഴെ പറയുന്ന പ്രകാരം നിജപ്പെടുത്തിയിരിക്കുന്നു. LP വിഭാഗം 10 രൂപ, UP വിഭാഗം 25 രൂപ, ഹൈസ്കൂൾ വിഭാഗം 50 രൂപ, ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 100 രൂപ. തൽക്കാലം ഇതേ വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് വളരെ പണ്ട് നിശ്ചയിച്ച ഫീസാണ്. അത് നമുക്കത് കുറച്ച് മാറ്റം വരുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട് PTAയുടെ പ്രവർത്തനത്തിന്. പക്ഷേ ഇപ്പം ഈ പൈസ വാങ്ങാൻ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല, പിന്നെ ചോദിക്കുന്ന കാശ് കൊടുത്തില്ലെങ്കിൽ അഡ്മിഷൻ തരില്ലെന്ന് ഒരു കുട്ടിയും പറഞ്ഞു വിടാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പരാതി കിട്ടിയാൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പാവങ്ങളാണ് കഷ്ടപ്പെടുന്നത്. പിന്നെ പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള പിരിവിനെ പറ്റിയും പറയുന്നുണ്ട്. നിങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നവരാ. മുൻവർഷത്തിലെ 3-ാം ടേമിലെ PTA ജനറൽ ബോഡി യോഗം തീരുമാനിക്കുകയാണെങ്കിൽ സ്കൂളിൻ്റെ നടപ്പ് അക്കാദമിക വർഷത്തെ പ്രത്യേകം നിർവചിക്കപ്പെട്ടിട്ടുള്ള അക്കാദമിക ആവശ്യങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന പരമാവധി നിരക്കിൽ ഓരോ വിഭാഗത്തിലും വിദ്യാർത്ഥി രക്ഷിതാക്കളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാവുന്നതാണ്. അവിടുത്തെ വാർഷികത്തിനും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സ്കൂളിന് LP വിഭാഗം 20 രൂപ, UP വിഭാഗം 50 രൂപ, ഹൈസ്കൂൾ വിഭാഗം 100 രൂപ, ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 400 രൂപ. ഓരോ രക്ഷിതാവിനെയും മേൽപ്പറഞ്ഞ തുക കൊടുക്കുവാൻ നിർബന്ധിക്കുകയോ പ്രസ്തുത തുക കൊടുക്കാത്ത രക്ഷിതാവിൻ്റെ മകന് സ്കൂൾ പ്രവേശനം നിഷേധിക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അനുവദനീയമായി പിരിച്ചെടുക്കാൻ കഴിയുന്ന തുകകൾ ഇതായിരിക്കെ സ്കൂളിലെ PTA അംഗത്വ, പ്രത്യേക ആവശ്യങ്ങൾക്കായുള്ള പണപ്പിരിവ് എന്നിവ സംബന്ധിച്ച് വിവിധങ്ങളായ പരാതികൾ ഇന്ന് രക്ഷിതാക്കളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ചില PTA കമ്മിറ്റികൾ സ്കൂൾ അധ്യയന കാര്യങ്ങളിലും സ്കൂൾ അധികൃതരുടെ ഭരണപരമായും സർവീസ് സംബന്ധമായ ഉള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് സംബന്ധിച്ച പരാതികൾ വരുന്നത്. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് PTAകൾക്കോ വ്യക്തികൾക്കോ ആക്ഷേപമുള്ള പക്ഷം പരാതി ലഭ്യമാക്കിയാൽ വകുപ്പിലെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ആവശ്യമായ പരിശോധനകൾ നടത്തുമെന്നിരിക്കെ ചില സ്കൂളുകളിലെങ്കിലും PTAകളും SMCകളും തങ്ങളിൽ നിക്ഷിപ്തമായ അധികാരങ്ങൾക്കപ്പുറം സ്കൂളിലെ അധ്യയന കാര്യത്തിലും ഭരണപരമായ കാര്യത്തിലും ഇടപെട്ട് സ്കൂളുകളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ ഈ കാര്യങ്ങൾ ആവശ്യമായ ആലോചന നടത്തി തുടർ തീരുമാനങ്ങൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. PTAകളുടെ അമിതാധികാര പ്രവണത സംബന്ധിച്ച് നിരവധിയായ പരാതികളാണ് സർക്കാരിന് ദിനംപ്രതി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ PTAക്ക് ഗവൺമെൻറ് എതിരില്ല. ഗവൺമെൻറ് PTA വേണമെന്ന് ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ സ്കൂൾ സപ്പോർട്ടിംഗ് കമ്മിറ്റിക്ക് ഞങ്ങൾ എതിരല്ല. പക്ഷേ അവിടെ നടക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളുടെ പുറത്ത് സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറ്റില്ല. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ചോദിക്കുന്ന കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അഡ്മിഷൻ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് നിഷേധിക്കപ്പെട്ടാൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലയിലുള്ള കർശന നടപടിയായിരിക്കും സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. ആ കാര്യത്തിൽ എല്ലാ വിദ്യാലയങ്ങളെ അറിയിക്കാൻ വേണ്ടി അറിയിക്കുകയാണ്. ഇക്കാര്യം ഈ അഡ്മിഷൻ സമയത്ത് ഡെപ്യൂട്ടി ഡയറക്ടർമാരും DOമാരും AEOമാരും പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റാൻഡം ചെക്കിങ്ങും പരിശോധനയും എല്ലാ സ്കൂളുകളിലും നടത്തണം. അതിനുവേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ഇന്നലെ കാസർഗോഡ് നിന്ന് പാവം ഒരു രക്ഷകർത്താവ് 500 രൂപയാണ് 5000 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ മകനെ എവിടെ ചേർക്കട്ടെന്ന് എന്നോട് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ഇയാളൊരു ഇമെയിൽ അയക്കാനൊന്നും അയാൾക്ക് അറിയില്ല, ഒരു പരാതിയെങ്കിലും എഴുതി എൻ്റെ പേരിൽ ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് അവസാനിപ്പിച്ചാലേ പറ്റുള്ളൂ.